മക്കളെ, ഞാനൊരു സംഭവം പറയാം, നിങ്ങളത് കേട്ടിട്ടുണ്ടോ നോക്കിട്ടാ. ഞാനിത് കേൾക്കുന്നത് എൻ്റെ PG ക്ലാസ്സിൽ നിന്നാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഒരു ഗ്രീക്ക് മിത്തോളജി എന്നുള്ളതാണ്. നമ്മുടെ കഥയിലത്തെ നായകൻ ഓർഫിയസ് ഗ്രീക്കിലുള്ള ഒരു ദൈവങ്ങളുടെ മോനും യൂറിഡീസ് എന്ന് പറഞ്ഞുള്ള ആളുടെ ലവറുമാണ്. അപ്പോൾ ഇവരുടെ കല്യാണം ആവാറായ ടൈമിൽ യൂറിഡീസി മരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മരിച്ചോട്ടെ, നമുക്കത് ആവശ്യമില്ല, നമുക്കത് നോക്കണ്ട. അപ്പോൾ ഈ മരിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര സങ്കടമായിട്ട് നമ്മുടെ ചെമ്മീനിലത്തെ കൊച്ചു മുതലാളിയെ പോലെ പാട്ടൊക്കെ പാടി നടക്കുക. ഇയാളുടെ പാട്ടുകൾ അത്ര അടിപൊളി പാട്ടുകളാണ്, ആൾ ഭയങ്കര വലിയ മ്യൂസീഷ്യനാണ്. അപ്പോൾ ഇയാളുടെ പാട്ടുകൾ കേട്ട് മനസ്സലിഞ്ഞിട്ട് നമ്മുടെ ഈ നരകത്തിൽ തണ്ടർ വേൾഡിലത്തെ മെയിൻ രാജാക്കന്മാരുണ്ടല്ലോ, അവരായിട്ടുള്ള ഹെയ്ഡീസ്, പേഴ്സിഫോൺ എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് പറയും, നീ അവളെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവക്കോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ നരകത്തിന്റെ വാതിൽ കടന്ന് ഭൂമിയിലേക്ക് കടക്കുന്നത് വരെ അവളെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇയാൾ സമ്മതിക്കും. എന്നിട്ട് ഇവര് നടന്നു തുടങ്ങും. ഈ നടന്ന കവാടം ഡോർ എത്താറായപ്പോ ആൾക്ക് ആലോചിക്കുകയാണ്, ഇത്ര നേരമായിട്ട് അവളുടെ സൗണ്ട് കേൾക്കാനില്ല, നടക്കണ ഒച്ച കേൾക്കാനില്ല. അപ്പോൾ ആൾക്ക് സംശയം കൂടിയിട്ട് ആൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. ഈ തിരിഞ്ഞു നോക്കിയ വഴിക്ക് അവളവിടെ ഉണ്ടായിരിക്കും, പക്ഷെ അപ്പൊ തന്നെ ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇയാൾ പിന്നെ തിരിച്ചു ഭൂമിയിലേക്ക് പോയിട്ട് ഹീസ് അലോൺ. ആള് ഭയങ്കര ഡെവസ്റ്റേറ്റഡ് ആണ്, ഒറ്റയ്ക്കാണ് പിന്നെ ആളുടെ ബാക്കിയുള്ള കാലം മുഴുവൻ ജീവിക്കുന്നത്. സോ ദ മെസ്സേജ് ഇസ്, ട്രസ്റ്റ് ദ പ്രോസസ് and be patient. You will reach the goal.